സ്പ്രിംഗ് ചിക്കനാണ്. സ്പ്രിംഗ് ചിക്കൻ്റെ പീസാണിത്. ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ജിഞ്ചർ, ഗാർലിക്, സാൾട്ട്, പെപ്പർ, ലെമൺ ജ്യൂസ്. അതിനെ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള പൗഡറാണിത്. റൈസ് ഫ്ലോർ, സാൾട്ട്, പെപ്പർ, ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ചിക്കനെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ചിക്കൻ എടുത്തു. മാരിനേറ്റ് ചെയ്ത ചിക്കനാണിത്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് മസാല കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തിയത്. ഇത് എന്നിട്ട് ഈ പൗഡറിനകത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഓയിൽ ചൂടായിട്ടില്ല, ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൗഡറിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ടോട്ടൽ 12 മിനിറ്റാണ് വേണ്ടത് ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അത് ഈ ഫ്രൈ മെഷീൻ്റെ ഇപ്പോൾ 180 നമ്മൾ ഇട്ടത്. ഓയിൽ ചൂടാകുമ്പോൾ 180, പിന്നെ അത് നമ്മൾ 140 ചേഞ്ച് ചെയ്യണം. നമുക്ക് അപ്പോഴേക്കും ഇതിന് പ്ലേറ്റ് സെറ്റ് ചെയ്യാം. ഇത് ലെറ്റ്യൂസാണ്. കോക്ടെയിൽ സോസ്, അതിൻ്റെ സൗത്ത് ഇന്ത്യൻ ഡിപ്പാണ്.
ഇത് ഒരു സാധാരണ നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ ഗ്രീൻ ചില്ലി, അതായത് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ലെമൺ ജ്യൂസും സാൾട്ട് ഇട്ടുണ്ടാക്കിയ ഒരു ചട്നി പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് കോക്ടെയിൽ സോസ്, ഇത് മൈനേഴ്സും ടൊമാറ്റോ സോസും കൂടെ ഉള്ള ഒരു കോക്ടെയിൽ സോസ്. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഓക്കെ, ഇതൊന്ന് ഫൈൻ കുക്കായി നമുക്കിതൊരു ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ക്രിസ്പി ആയി തുടങ്ങി. ഓക്കെ, നമുക്ക് ഇത് നമ്മുടെ പ്ലേറ്റ് ചെയ്തതിലേക്ക് നമ്മളത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കാം. നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തനി സൗത്ത് ഇന്ത്യൻ മസാലയാണ് നമ്മളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റൈസ് ഫ്ലോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ മൈദയും കോൺഫ്ലവറും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് തനി റൈസ് ഫ്ലോറാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സാധാരണയൊക്കെ എപ്പോഴും കെൻഡക്കി ചിക്കനൊക്കെ കഴിച്ച്
ഞാൻ പറയാം. ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈം ജ്യൂസ്, സാൾട്ട്, പെപ്പർ, ലിറ്റിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ്, സോൾട്ട്, പെപ്പർ, വൈറ്റ് പെപ്പർ പൗഡർ. കോക്ടെയിൽ സോസാണ്. കോക്ടെയിൽ സോസ് എന്ന് പറയുമ്പോൾ മയനൈസും ടൊമാറ്റോ സോസും കൂടെ. ഇത് ഗ്രീൻ ഒരു ചട്നിയാണ്. അത് തനി നമ്മുടെ കേരളത്തിൻ്റെ തനതായ കാന്താരിമുളകും കറി കോക്കനട്ട് ഓയിലും മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫിഷ് 50-50 ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിഷ് സിയർ ഫിഷാണ്. അതായത് നമ്മളെ ഐക്കോര എന്ന് പറയുന്ന മീൻ. ഈ മസാല ഒരു ട്രൈബൽ മസാലയാണ്. കർലീഫ്, കാന്താരിമുളക്, ജിഞ്ചർ, സാൾട്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മസാല സാധാരണ സൗത്ത് ഇന്ത്യൻ മസാലയാണ്. ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, സാൾട്ട്. ഇത് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം 10 മിനിറ്റാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സാധനം റെഡിയാക്കാം. ഫ്രൈ. നമ്മളതിൽ കോക്കനട്ട് ഓയിൽ, കുറച്ച് കറി ലീഫ് ഇതിനകത്ത് ഇട്ടു. ചൂടായിട്ടുണ്ട്. പെട്ടെന്ന് കുക്കാവാൻ വേണ്ടി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ അധികം ഓയിൽ വേണ്ട. അത് ആ സ്റ്റീമിൽ ചെറുതായിട്ട് മസാലയൊക്കെ പിടിച്ച് കുക്കാവും. നമുക്കിതൊന്ന് തിരിച്ചിടാം ചെറുതായിട്ട്. ഇത് ഓൾറെഡി കുക്കായി ഫിഷ്. ഫിഷിനധികം കുക്കിംഗ് ടൈമൊന്നും വേണ്ട. കുക്കായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. പിന്നെ ഫയർ ഒന്ന് കമ്മിയാക്കിടാം. ബാക്കി ടൈം നമുക്ക് പ്ലേറ്റ് സെറ്റ് ചെയ്യാം. ഇത് തിന്നായിട്ട് കട്ട് ചെയ്ത മാംഗോ ആണ്. ഇതുകൊണ്ട് സലാഡ് നമുക്ക് ചെയ്യാം ഈ ഫിഷിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കോക്കനട്ട് ഓയിലാണ്. ഒരു 5 ml കോക്കനട്ട് ഓയിൽ, ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് സാൾട്ട്. ഇത് നമ്മളിതൊന്ന് ഈ മാംഗോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, നമ്മളിത് വെച്ചു. അപ്പം നമ്മുടെ ഫിഷ് കുക്കായിട്ടുണ്ട്.
നമ്മൾ ഇച്ചിരി ഒന്ന് തീ കൂട്ടി കൊടുക്കും. ഫിഷ് കുക്കായി. നമ്മൾ ഒരു 160-ലിട്ടു. ചെറുതായിട്ടൊന്ന് നമ്മുടെ ഫിഷ് 50-50 അല്ലെങ്കിൽ മറന്നു പോകാത്തൊരു ഇതാണ് 50-50. അതെന്തുകൊണ്ടാ വെച്ചാൽ പകുതി നമ്മുടെ മസാലയും പകുതി വേറൊരു മസാലയും, ഇതുകൊണ്ട് അങ്ങനെ ഒരു പേര് ഞാൻ കൊടുത്തത്. നമുക്ക് അടുത്ത ഓണിയൻ കട്ട് ചെയ്തൊരു കാരണം ഫിഷ് റെഡിയായി. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഗ്രീൻ ചില്ലി, സാൾട്ട്, കുറച്ച് ലൈം ജ്യൂസ്. ഇനി കുറച്ച് കോക്കനട്ട് ഓയിൽ, കുറച്ച് സാൾട്ട്. നമ്മളിത് ഇതിന് മെല്ലെ ഡിപ്പ് ചെയ്യുന്നു. ഫിഷ് 50-50 റെഡിയായി. ഒരു ഗ്രീൻ മസാല, ഒരു റെഡ് മസാല. ഗ്രീൻ മസാലയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കറി ലീഫ്, കാന്താരി മുളക്, സാൾട്ട്, ഷാലറ്റ്സ്, കറി ലീഫ്. റെഡ് മസാല നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പെപ്പർ, റെഡ് ചില്ലി, സാൾട്ട്, ലെമൺ ജ്യൂസ്. അതിൻ്റെ ഒരു സലാഡാണ്. റോ മാംഗോ, പച്ച മാങ്ങയും ഓനിയനും ഗ്രീൻ ചില്ലിയും ചില്ലി പൗഡറും കോക്കനട്ട് ഓയിലും.